യുഎസ് മാർക്കറ്റുകളെല്ലാം ഇന്നലെ മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. ഡൗ ജോൺസ് മൈനസിലും ബാക്കി 2 ഇൻഡെക്സുകളും പ്ലസിലാണ് ക്ലോസ് ചെയ്തത്. യുഎസ് ചൈന ഡീലിനെ പറ്റി ഒരു ക്ലാരിറ്റി ഇല്ലാത്തതാണ് മാർക്കറ്റിന് ഒരു ഡയറക്ഷൻ കിട്ടാത്തത് എന്നുള്ളതാണ് പറയുന്നത്. ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് സന്ദർശനവുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ബിസിനസ് ഡീലുകൾ സൈൻ ചെയ്യുന്നുണ്ട്. ഇത് ബോയിങ് അതുപോലെ GE എയറോസ്പേസുമായിട്ട് ബന്ധപ്പെട്ട പല കമ്പനികൾക്കും ഇന്നലെ അതിന്റെ ഷെയർ പ്രൈസിൽ ഇതിന്റെ ഒരു മൂവ്മെന്റ് കണ്ടിരുന്നു. അതുപോലെ സെമി കണ്ടക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് സൗദിയുമായിട്ടൊരു ഡീല് ചെയ്യുന്നുണ്ട്. അതും അത്തരം കമ്പനികൾക്കും വളരെയധികം പോസിറ്റീവാണ്. അതുകൂടാതെ ഇന്നലെ FOMC മെമ്പേഴ്സിന്റെ സ്പീച്ച് ഉണ്ടായിരുന്നു. അവർ ഇൻഫ്ലേഷന്റെ കാര്യത്തിൽ അവർ കംഫർട്ടബിൾ ആണ്. എന്നാൽ താരിഫിന്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു ക്ലാരിറ്റി ആവാത്തതാണ്. റേറ്റ് കട്ട് വരുന്നതിന് ഡിലേ ചെയ്യുന്ന തരത്തിലുള്ള ഒരു കമന്റ് ഇന്നലെ അവർ പറഞ്ഞിരുന്നു. ഇനി ഇന്ത്യൻ മാർക്കറ്റിന്റെ കാര്യം എടുത്താൽ ഇന്ത്യൻ മാർക്കറ്റ് ഇന്നലെ പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. ബാങ്കിങ് സെക്ടർ ഒഴിച്ച് ബാക്കി എല്ലാ ഇൻഡെക്സുകളും പ്ലസിലാണ് ക്ലോസ് ചെയ്തത്. മിഡ് ക്യാപ്പ് 1%, സ്മോൾ ക്യാപ്പ് 1.5%-നടുത്തും പ്ലസ് ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ബുള്ളിഷ് മൊമെന്റം ഒരല്പം കുറഞ്ഞിട്ടുണ്ട്. ഇന്നലെ മാർക്കറ്റ് നല്ല രീതിയിലൊരു വോളറ്റാലിറ്റി കാണിച്ചിരുന്നു. ഇനി MSCI റീബാലൻസിംഗുമായി ബന്ധപ്പെട്ട് അത് മെയ് 30-നാണ്. ചില കമ്പനികളുടെ വെയിറ്റേജ് കുറയ്ക്കാൻ സാധ്യതയുണ്ട്. പ്രധാനമായിട്ടും ബാങ്കിങ്ങിലെ HDFC, ICIC തുടങ്ങിയ കമ്പനികളുടെ വെയിറ്റേജ് കുറയ്ക്കുന്നു എന്ന തരത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ അതായിരിക്കും ഇന്നലെ ബാങ്കിങ് സെക്ടർ ഓഹരികൾ ഇന്നലെ മൈനസിൽ ക്ലോസ് ചെയ്യാനുണ്ടായ കാരണം. ഇനി അതുപോലെ ഇന്ത്യൻ ക്യാബിനറ്റ് HCL ഗ്രൂപ്പും അതുപോലെ തായ്വാനിലെ ഫോക്സോൺ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട സെമി കണ്ടക്ടറിന്റെ ഒരു കമ്പനി തുടങ്ങുന്നതിന് ഡീലായിട്ടുണ്ട്. അതുപോലെ ഉരുക്കിനും അലുമിനിയത്തിനും മറ്റും US താരിഫ് ചുമത്തിയിരുന്നു. ഇതിന് പകരമായിട്ട് ഇന്ത്യ താരിഫ് ചുമത്തുന്നു. അത് മെയ് 30 ദിവസത്തിനുള്ളിൽ തന്നെ അത് നിലവിൽ വരുന്നു എന്ന തരത്തിലുള്ള ഒരു വാർത്തയുണ്ട്. അത് കൊച്ചിൻ ഷിപ്പ്യാർഡ് കഴിഞ്ഞ 1-2 ദിവസമായിട്ട് നല്ല രീതിയിലുള്ള പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ദുബായ് ആസ്ഥാനമായുള്ള DP വേൾഡ് എന്ന കമ്പനിയുമായി അവര് തുറമുഖ നിയന്ത്രണ കമ്പനി അതുപോലെ ലോജിസ്റ്റിക്സ് കമ്പനിയുമാണ്. അവരുമായി കപ്പലുകളുടെ അറ്റകുറ്റപ്പണികൾക്കും അതുപോലെ തന്നെ ഈ ഓഫ്ഷോർ ഹബ്ബ് നിർമ്മാണത്തിനുള്ള കരാർ നേടിയിട്ടുണ്ട്. അതുപോലെ ആയുധ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതായത് പ്രതിരോധ ഉൽപ്പന്നങ്ങൾ കൂടുതൽ കപ്പലുകൾ ഉൾപ്പെടെ നിർമ്മിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റിൽ നിന്ന് കൂടുതൽ ഓർഡർ നേടിയെടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് കൊച്ചി ഷിപ്പ്യാർഡിന്റെ ഓഹരികളിൽ ഇതിന്റെ ഒരു പ്രതിഫലനം നമുക്ക് കാണാൻ കഴിയും. ഇനി ഇന്ന് മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഡേറ്റകൾ UK-യിൽ നിന്ന് ഉള്ള GDP ഡേറ്റ, അതുപോലെ ട്രേഡ് ബാലൻസ് ഡേറ്റ, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡേറ്റയാണ്. ഇനി ജർമ്മൻ ഭാഗത്ത് നിന്ന് ഹോൾസെയിൽ ഇൻഫ്ലേഷൻ വരുന്നുണ്ട്. ഫ്രഞ്ചിൽ നിന്ന് കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ വരുന്നുണ്ട്. യൂറോസോണിൽ നിന്ന് GDP ഡേറ്റ, അതുപോലെ അമേരിക്കയിലെ റീറ്റെയിൽ സെയിൽസ് ഡേറ്റ, ഫെഡ് ചെയർമാന്റെ സ്പീച്ച് ഉണ്ട്. ഇനി ഇന്ന് വരാനിരിക്കുന്ന ഇന്ത്യൻ മാർക്കറ്റിലുള്ള പ്രധാനപ്പെട്ട റിസൾട്ട് LIC ഹൗസിംഗ് ഫിനാൻസ്, PB ഫിൻടെക്, അബോട്ട് ഇന്ത്യ, അലൈഡ് ബ്ലെൻഡേഴ്സ്, അതുപോലെ CESC, ക്രോംപ്ടൺ ഗ്രീവ്സ്, എൻഡുറൻസ് ടെക്നോളജി എന്നിവയുടെ റിസൾട്ട് ഇന്ന് വരാനുണ്ട്. അപ്പോൾ ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം ഇപ്പം നെഗറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. GNX നിഫ്റ്റി ഏതാണ്ട് 40 പോയിന്റോളം പ്ലസിലാണ് ഇപ്പം ട്രേഡ് നടക്കുന്നത്. അപ്പോൾ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു പോസിറ്റീവ് മൊമെന്റം ഒരല്പം ഒന്ന് ലാഗ് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ US ചൈന ഡീലിൽ ഉള്ള ഒരു ക്ലാരിറ്റി കുറവും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഡീലിനെ സംബന്ധിച്ച് പുതിയ ഡേറ്റ വരാത്തതുമൊക്കെ ഒരു കാരണമാണ്.